ഓർത്തഡോക്സ് സഭ ഭദ്രാസനം സെക്രട്ടറി ബിജെപിയിൽ ചേർന്നു. പത്തനംതിട്ട നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 47 കുടുംബങ്ങളും ബിജെപിയിൽ അംഗത്വമെടുത്തു. എൻഡിഎയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന ക്രിസ്മസ് സ്നേഹസംഗമത്തിലാണ് ഫാദർ ഷൈജു കുര്യൻ ബിജെപിയിൽ അംഗമായത്. ബിജെപിക്കൊപ്പം നിൽക്കുക എന്നത് തന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും ആത്മീയ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കപ്പുറം ഭാരതത്തിന്റെ വികസനം നാട്ടിലെ ഓരോരുത്തരുടെയും വികസനമാണെന്ന ചിന്തയാണ് പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതത്തിനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഫാദർ ഷൈജു കുര്യൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ വികസനം നമ്മുടെ വികസനമാണെന്നുള്ള ബോധ്യത്തോടെ, അത് ആത്മീയമോ രാഷ്ട്രീയമോ അല്ല, അതിനപ്പുറമായി മോദിജി എന്ന ആ പ്രധാനമന്ത്രിയുടെ ആ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇവിടെ സഭയ്ക്ക് ഇന്ന രാഷ്ട്രീയമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ ചിന്തയാണ് ഈ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മോദിജിയുടെ കരത്തിന് കീഴിൽ നിൽക്കണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ ചിന്തയാണ്. അതിലാണ് നിൽക്കുന്നത്. അതിൽ സഭയുടെ അങ്ങനെ ആ ഒരു കൊടക്കീഴിലല്ല ഞാൻ നിൽക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 47 കുടുംബങ്ങളും ചടങ്ങിൽ ബിജെപിയിൽ അംഗത്വമെടുത്തു. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്നുവെന്നും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരെയും ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളോടും അവരെല്ലാവരും പാർട്ടിയിലേക്ക് വരണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണ്. അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ പരിപാടി നടത്തിയത് എൻഡിഎയുടെ പേരിലാണെങ്കിലും അതിന് മുൻകൈയെടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാർ മുൻകൈയെടുത്ത് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് അത് നടന്നിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലെമീസ് ഉൾപ്പെടെയുള്ളവർ സംഗമത്തിൽ പങ്കെടുത്തു. ജനം, പത്തനംതിട്ട.